ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കില്ല. അറബ് രാജ്യങ്ങൾ നിലപാട് ആവർത്തിച്ചു. പല ഘട്ടങ്ങളിലായി അമേരിക്ക അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാന്റെ ആണവായുധ മേഖല തകർക്കാൻ വേണ്ടി തങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. അത് ജോ ബൈഡന്റെ കാലത്ത് യമനെ തകർക്കാൻ വേണ്ടിയിട്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളോട് സഹകരണം കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെ അവർ എതിർത്തിട്ടുണ്ട്. കാര്യം അവർ പറയുന്നത് ഇപ്പം നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിന് ആര് സഹകരിച്ചാലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തിയാണ് തങ്ങൾ ചെയ്യുക. ഇപ്പം ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ തങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയില്ല. ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുകയോ തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ അനുവദിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അറബ് മേഖലയിൽ നിന്നും അറബ് രാജ്യങ്ങൾ സഹകരിക്കാത്തിടത്തോളം കാലം ഈ മേഖലയിൽ ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. 1.5 വർഷത്തോളമായി ഇസ്രായേൽ ഇപ്പോൾ ജീവശ്വാസമായിട്ട് കഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലുള്ള അറബ് രാജ്യങ്ങൾ കൂട്ടത്തോടു കൂടി ഏകോപനത്തോടെ അമേരിക്കക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സഹകരണാടിസ്ഥാനത്തിൽ ഇല്ലാത്തിടത്തോളം കാലം ഈ മേഖലയിൽ നിന്ന് അമേരിക്കയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.